എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ ബയോടെക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ രംഗത്തേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ട് ബയോടെക്കിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ബയോഗ്യാസ് പദ്ധതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ പരിശീലനം ബയോടെക് നൽകുന്നുണ്ട്. അതിനായിട്ട് പ്രത്യേകം ഒരു ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം തന്നെ നടത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ 4 വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ബയോഗ്യാസ് സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ബയോഗ്യാസ് പദ്ധതികളുടെ ബിസിനസ് സാധ്യതകളെക്കുറിച്ചും ബയോഗ്യാസ് പ്ലാന്റുകൾ എങ്ങനെ സർവീസ് ആൻഡ് മെയിൻ്റനൻസ് നടത്തി കാര്യക്ഷമമായി പ്രവർത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രത്യേകിച്ച് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസേഴ്സിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന സാധ്യതകളും വെല്ലുവിളികളും വിശദീകരിക്കുന്ന 4 വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ ബയോടെക് ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. biogascourse.com എന്ന വെബ്സൈറ്റിൽ ഈ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരവും ലഭ്യമാണ്. ഓൺലൈനായി തന്നെ രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്നതിനും പഠനത്തിൻ്റെ അവസാനം ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും. ഓരോരുത്തരും നേടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റും ഓൺലൈനായിട്ട് ലഭിക്കത്തക്ക വിധത്തിലാണ് ബയോടെക്കിൻ്റെ ഓൺലൈൻ കോഴ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ജൈവമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റുകളുടെ വിവിധ ബിസിനസ് സാധ്യതകളാണ് നിലവിലുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കാൻ താല്പര്യമുള്ളവർക്ക് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും അത് ബയോടെക് പാറ്റന്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ സ്വന്തമായി നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള മാനുഫാക്ചറിംഗ് ലൈസൻസും ബയോടെക്കിൽ നിന്ന് നൽകുന്നുണ്ട്. ഈ രംഗത്തേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവർക്ക് ബയോടെക്കുമായിട്ട് ബന്ധപ്പെട്ടാൽ മാനുഫാക്ചറിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവമാലിന്യ സംസ്കരണത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് പ്രായോഗിക പരിശീലനം ഏറ്റവും അത്യാവശ്യമാണ്. കാര്യക്ഷമമായി ഈ പദ്ധതി നടപ്പാക്കി കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അത്തരത്തിൽ ഈ പദ്ധതി ഒരു സാധ്യതയായി മുന്നിൽ കണ്ടുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രായോഗിക പരിശീലനം നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ബയോടെക് നടത്തുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ സമയലഭ്യത അനുസരിച്ച് വ്യത്യസ്തമായ മോഡ്യൂളുകളിൽ ഈ കോഴ്സുകൾ പഠിക്കാവുന്നതാണ്. ഒരു ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ പ്രവർത്തിപ്പിക്കണം, അതിന് കേടുപാടുകൾ വന്നാൽ എങ്ങനെ അത് പരിഹരിച്ച് കാര്യക്ഷമമായി ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രവർത്തനം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. ഈ മേഖലകളിലെല്ലാം തന്നെ അതുകൂടാതെ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ എങ്ങനെ നിർമ്മിക്കാം, ഈ മേഖലകളിലെല്ലാം തന്നെ പ്രായോഗിക പരിശീലനം ബയോടെക്കിൽ ലഭ്യമാണ്. അതിനാഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി ബയോടെക്കിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചാൽ അവർക്ക് ഇത്തരത്തിലുള്ള പരിശീലനം ലഭ്യമാണ്. പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ വലിപ്പം കൂടിയ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് പ്രായോഗിക പരിജ്ഞാനം ഉണ്ടെങ്കിൽ അത് കാര്യക്ഷമമായി നടപ്പാക്കാൻ സാധിക്കും. അതിനാവശ്യമായ പ്രാക്ടിക്കൽ ട്രെയിനിങ് ബയോടെക്കിൽ ലഭ്യമാണ്. പോർട്ടബിൾ പ്ലാന്റുകൾ നിർമ്മാണം, അതിൻ്റെ ഇൻസ്റ്റലേഷൻ, സർവീസ് ആൻഡ് മെയിൻ്റനൻസ്, ഈ രംഗത്ത് ആവശ്യമായ എല്ലാവിധ പരിശീലനവും ബയോടെക്കിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ ഇമെയിലിലൂടെയോ അപ്ലൈ ചെയ്താൽ പ്രായോഗിക പരിശീലനം നേടിയെടുക്കാവുന്നതാണ്. ഏതൊരു നൂതന പദ്ധതികളും വിജയിക്കണമെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ശരിയായ ബോധവൽക്കരണം ആവശ്യമാണ്. ഇത്തരത്തിൽ അവയർനെസ് ക്രിയേഷനിലൂടെ മാത്രമേ ജൈവ മാലിന്യ സംസ്കരണ ബയോഗ്യാസ് പദ്ധതിയും ഒരു ജനകീയ പദ്ധതിയാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഈ പദ്ധതിയുടെ സാധ്യതകളെക്കുറിച്ച് ഉള്ള അറിവില്ലായ്മയാണ് പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അത് ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി സന്നദ്ധ സംഘടനകളുമായിട്ടും റെസിഡൻഷ്യൽ അസോസിയേഷനുകളുമായും മറ്റ് സർക്കാർ ഇതര സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ബയോടെക് വിവിധ തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് നടപ്പാക്കി വരുന്നുണ്ട്. ആർക്കെങ്കിലും ഈ രംഗത്തെ കൂടുതൽ വിവരങ്ങൾ, അതായത് ജൈവമാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം നടത്താൻ ഞങ്ങളുടെ ഒരു പ്രത്യേക വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബയോടെക്കിൽ കോൺടാക്റ്റ് ചെയ്താൽ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ബയോടെക് നടപ്പാക്കുന്ന ജൈവ
മാലിന്യ സംസ്കരണ ബയോഗ്യാസ് പദ്ധതികളെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ അവബോധം ഉണ്ടാക്കുന്നതിന് പ്രത്യേക ശില്പശാലകൾ ബയോടെക് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ രംഗത്തെ ഓരോ മേഖലകളുടെയും സാധ്യതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ തലത്തിലുള്ള വർക്ക്ഷോപ്സ് ബയോടെക് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിലെ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് ബയോടെക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ബയോടെക് നടപ്പാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗാർഹിക ജൈവമാലിന്യ സംസ്കരണ ബയോഗ്യാസ് പദ്ധതി. ഓരോ വീടുകളിൽ ഉണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങൾ ആ വീടുകളിൽ തന്നെ സംസ്കരിച്ച് പാചകവാതകവും ജൈവവളവും ഉണ്ടാക്കുന്നതിന് വിവിധ മാതൃകയിലും വിവിധ വലിപ്പത്തിലുമുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ബയോടെക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, അവിടെ എത്ര വേസ്റ്റ് ഉണ്ടാകുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിയായ വലിപ്പത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഗാർഹികമായിട്ട് എല്ലാ തരത്തിലുള്ള വീടുകൾ, ഫ്ലാറ്റുകൾ, വില്ലകൾ, ഇങ്ങനെ ഗാർഹിക തലത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വിവിധ വലിപ്പത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ബയോടെക്കിൽ ലഭ്യമാണ്. ജൈവ അവശിഷ്ടങ്ങളുടെ ഉൽപ്പാദനത്തിൽ വീടുകളേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്ഥാപനങ്ങളിലാണ്. സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ജൈവാവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ആശുപത്രികളാകാം, ഹോട്ടലുകളാകാം, ഫാക്ടറി ക്യാൻറ്റീനുകളാകാം, ഹോസ്റ്റലുകൾ, കോൺവെൻറ്റുകൾ, ഇങ്ങനെ എവിടെയൊക്കെ കൂടുതൽ അളവിൽ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം ജൈവാവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് സംസ്കരിക്കുന്നതിന് ഓരോ സ്ഥലത്തേക്കും അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ അവിടുത്തെ ജൈവമാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഓരോ സ്ഥാപനങ്ങൾക്കും അനുയോജ്യമായ വിവിധ വലിപ്പത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകൾ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകളും വിവിധ മോഡലുകളിലുണ്ട്. അത് ഒരു സ്ഥാപനങ്ങളിലുണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങൾ ഏത് ടൈപ്പിലുള്ളതാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ഏത് മാതൃകയിലുള്ള പ്ലാന്റ് വേണമെന്ന് തീരുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങളുടെ അളവിന് എത്ര കിലോഗ്രാമാണ് ഒരു ദിവസം ഉണ്ടാകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാന്റിൻ്റെ വലിപ്പവും നിശ്ചയിക്കുന്നുണ്ട്. ജൈവമാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞാൽ ഇതിൽ ഖരമാലിന്യങ്ങൾ മാത്രമല്ല, ജൈവ അവശിഷ്ടങ്ങൾ അടങ്ങിയ മലിനജലവും സംസ്കരിക്കാൻ കഴിയും. അങ്ങനെ ഒരേ സമയം ഖരജൈവാവശിഷ്ടങ്ങളിൽ നിന്നും ജൈവ അവശിഷ്ടങ്ങൾ അടങ്ങിയ മലിനജലത്തിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ബയോടെക് വിവിധ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുയോജ്യമായ പ്ലാന്റുകൾ സ്ഥാപിച്ച് നൽകുന്നുണ്ട്. ബയോടെക് നടപ്പാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ്. വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ് വേണമെങ്കിൽ നമുക്കൊരു 100 കിലോ ജൈവാവശിഷ്ടങ്ങളോ അതിൽ കൂടുതലോ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കാവുന്നതാണ്. ബയോടെക് ഇതുവരെ സ്ഥാപിച്ചിട്ടുള്ള വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ് ഏകദേശം ഞങ്ങൾ 50-ലധികം സ്ഥാപനങ്ങളിൽ, മാർക്കറ്റുകളിലും സ്ലോട്ടർ ഹൗസുകളിലൊക്കെ ഇതിനോടകം തന്നെ വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്രോജക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞത് സാധാരണ ഇത്തരം സ്ഥാപനങ്ങളിൽ ഏകദേശം 250 കിലോഗ്രാമോളം ജൈവാവശിഷ്ടങ്ങൾ ഒരു ദിവസം ലഭിക്കുന്നുണ്ട്. ഒരു മാർക്കറ്റിൽ ഇപ്പോൾ 250 കിലോഗ്രാം ജൈവാവശിഷ്ടം ഇല്ലെങ്കിൽ അതിനടുത്തുള്ള ഹോട്ടലുകളിൽ നിന്നും മറ്റ് ജൈവാവശിഷ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരിൽ നിന്നും ഈ പ്ലാന്റിൽ കൊണ്ടുവന്ന് സംസ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ ചില പഞ്ചായത്തുകളിൽ വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ അവിടെ പൂർണ്ണമായും അവിടെയുള്ള വേസ്റ്റ് മാത്രമായിരിക്കില്ല ഉപയോഗിക്കുന്നത്. തൊട്ടടുത്തുള്ള മറ്റ് ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഒക്കെയുള്ള വേസ്റ്റുകളും ഈ പ്ലാന്റിൽ സംസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വേസ്റ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പ്രോജക്റ്റും ബയോടെക് നടപ്പാക്കി വരികയാണ്. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ അവിടെയുള്ള ഒരു ഫിഷ് മാർക്കറ്റ് ആണെങ്കിൽ ആ ഫിഷ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറും അവിടെ ഉണ്ടാകുന്ന ഫിഷിൻ്റെയും മറ്റ് പച്ചക്കറികളുണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ സംസ്കരിക്കുന്ന മൾട്ടി സ്റ്റേജ് ഡൈജസ്റ്റർ സിസ്റ്റമാണ് ഈ വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്രോജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നത്. മൾട്ടി സ്റ്റേജ് ഡൈജസ്റ്റർ സിസ്റ്റം വരുമ്പോൾ 2 ഘട്ടങ്ങളിലൂടെയാണ് സംസ്കരണം പൂർത്തിയാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ മെയിൻ ഡൈജസ്റ്റർ ഒരു കാരണവശാലും ബ്ലോക്ക് ആവുകയോ അതിൽ അമിതമായി ജൈവാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുകയോ ചെയ്യുന്നില്ല എന്നൊരു പ്രധാന സവിശേഷതയും വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്രോജക്റ്റിൻ്റെ ബയോടെക് ഡിസൈൻ ചെയ്തിട്ടുള്ള മാതൃകകൾക്കുണ്ട്.
അത് ഓരോ സ്ഥലത്തും ശരിക്കും വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു സാധ്യതാ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വിവിധ വലിപ്പത്തിലുള്ള വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്ലാന്റുകൾ ബയോടെക്കിൽ ലഭ്യമാണ്. ബയോടെക് നടപ്പാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ആർട്ട് ഓഫ് ഫ്യൂവൽ പ്രോഗ്രാം. ആർട്ട് ഓഫ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ജൈവ അവശിഷ്ടങ്ങൾ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് ആ ബയോഗ്യാസിനെ പ്യൂരിഫൈ ചെയ്ത് നാച്ചുറൽ ഗ്യാസ്, പ്രകൃതി വാതകത്തിന് തുല്യമായ നിലവാരത്തിലെത്തിച്ച് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കാവുന്ന ഒരു പദ്ധതിയാണ് ആർട്ട് ഓഫ് ഫ്യൂവൽ പ്രോഗ്രാം അഥവാ ബയോ CNG പ്രോഗ്രാം. ആർട്ട് ഓഫ് ഫ്യൂവൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ CNG കിറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വാഹനങ്ങളിലും ബയോഗ്യാസ് ഉപയോഗിക്കുന്ന വിധത്തിൽ ബയോഗ്യാസിനെ പ്യൂരിഫൈ ചെയ്ത് CNG സിലിണ്ടറുകളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്ന വിധത്തിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രതിദിനം 5 മെട്രിക് ടണ്ണെങ്കിലും ജൈവാവശിഷ്ടങ്ങൾ ലഭ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് ലാഭകരമായി ഒരു ആർട്ട് ഓഫ് ഫ്യൂവൽ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആർട്ട് ഓഫ് ഫ്യൂവൽ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷന് താല്പര്യമുള്ളവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും ബയോടെക്കിൽ നിന്ന് ലഭ്യമാണ്. ബയോടെക് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഓർഗാനിക് ഫാമിംഗ് പ്രോഗ്രാമിലും ഇൻവോൾവ് ആണ്. അതായത് അക്വാഫോണിക്സ് എന്ന പേരിൽ ഒരേ സമയം ഫിഷും വെജിറ്റബിളും കൾട്ടിവേറ്റ് ചെയ്യാവുന്ന പ്രോഗ്രാമാണ്. ഇത് മണ്ണിൻ്റെ സഹായമില്ലാതെ വളരെ പരിമിതമായ സ്ഥലത്ത് ധാരാളം മത്സ്യങ്ങളും ഗുണമേന്മയുള്ള ജൈവ പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യാമെന്നുള്ളതാണ് അക്വാഫോണിക്സിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതിന് മണ്ണിൻ്റെ ആവശ്യമില്ല, ചെടികൾക്ക് പ്രത്യേകിച്ച് വളം ഒന്നും നൽകേണ്ടതില്ല. കാരണം മത്സ്യ ടാങ്കിൽ നിന്നുള്ള വെള്ളം ചെടികൾ വളരുന്ന ഗ്രോ ബെഡിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ സസ്യങ്ങളുടെ വേരുകളിലൂടെ വലിച്ചെടുക്കുന്നതിനും ഈ വെള്ളത്തെ കൂടുതൽ ശുദ്ധീകരിച്ച് മത്സ്യ ടാങ്കിലേക്ക് തിരികെ എത്തിക്കുന്ന വിധത്തിലാണ് അക്വാഫോണിക് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അക്വാഫോണിക് പ്രോജക്റ്റുകൾ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വ്യാവസായിക അടിസ്ഥാനത്തിലും ചെയ്യാവുന്നതിന് സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള അക്വാഫോണിക് പ്രോജക്റ്റുകൾ ആവശ്യമുള്ളവർക്കും ആവശ്യമായ എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും ബയോടെക്കിൽ നിന്ന് ലഭ്യമാണ്. സാധാരണ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിക്ഷേപിക്കാൻ പാടില്ലാത്ത ജൈവ അവശിഷ്ടങ്ങളുണ്ട്. അജൈവ അവശിഷ്ടങ്ങളായ പ്ലാസ്റ്റിക്, ഗ്ലാസ്, ലോഹങ്ങൾ എന്തായാലും നിക്ഷേപിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ജൈവ അവശിഷ്ടങ്ങളിലും ആസിഡിൻ്റെ അംശം കൂടുതലുള്ള പ്രത്യേകിച്ച് പുളിച്ച അച്ചാറുകൾ, പുളിച്ച മാവ്, തൈര് ഇങ്ങനെയുള്ള വസ്തുക്കളും ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാൻ പാടില്ല. അധികമായി നാരടങ്ങിയ ജൈവാവശിഷ്ടങ്ങളും ബയോഗ്യാസ് പ്ലാന്റുകളിൽ സംസ്കരിക്കുന്നത് ലാഭകരമല്ല. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലേക്ക് വേണ്ടി ബയോടെക് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഉപകരണമാണ് കമ്പോസ്റ്റർ ഗാർഡൻ. കമ്പോസ്റ്റർ ഗാർഡൻ എന്ന് പറയുന്നത് വളരെ പരിമിതമായ സ്ഥലത്ത് സാവധാനം ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിച്ച് ജൈവവളം ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം ആ കമ്പോസ്റ്റർ ഗാർഡനിൽ തന്നെ നിരവധി സസ്യങ്ങൾ വളരെ പരിമിതമായ സ്ഥലത്ത് വളർത്തുന്നതിനും അനുയോജ്യമായ വിധത്തിലാണ് ബയോടെക് കമ്പോസ്റ്റർ ഗാർഡനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ബയോഗ്യാസ് പ്ലാന്റിനോടൊപ്പം തന്നെ കമ്പോസ്റ്റർ ഗാർഡനുകൾ ഉപയോഗിക്കുന്നതിനും ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും സംസ്കരണം കഴിഞ്ഞ് വരുന്ന സ്ലറി കമ്പോസ്റ്റർ ഗാർഡനിൽ വെള്ളത്തിന് പകരമായി ഉപയോഗിക്കുന്നതിനുമുള്ള സാധ്യതകൾ നിലവിലുണ്ട്. അപ്പോൾ ഗുണഭോക്താക്കളുടെ ആവശ്യാനുസരണം കമ്പോസ്റ്റർ ഗാർഡനുകൾ വിവിധ വലിപ്പത്തിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് ബയോടെക്കുമായി ബന്ധപ്പെടാവുന്നതാണ്.